ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് ഈ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ച കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരുടെ ആരോഗ്യനിലയെക്കുറിച്ചാണ്, അവരുടെ മറ്റു സാഹചര്യങ്ങളെക്കുറിച്ചാണ്. മംഗലാപുരത്തെ AJ ആശുപത്രിയിലാണ് അവരെ എത്തിച്ചിരിക്കുന്നത്. മംഗലാപുരത്ത് നിന്ന് ചേതൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ചേതൻ, ആശുപത്രിയിൽ 18 പേരെയാണ് അങ്ങോട്ടേക്ക് മംഗലാപുരത്തേക്ക് എത്തിച്ചത്. അതിൽ 2 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. എത്ര പേരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്? ആരോഗ്യസ്ഥിതി എന്താണ്? മനു, കഴിഞ്ഞ ദിവസം രാത്രി 10:30 ഈ INS സൂറത്ത് കപ്പലിൽ ഇവരെ മംഗലാപുരം തുറമുഖത്ത് എത്തിച്ചത്. 18 പേരെയാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഇവരെല്ലാവരും വിദേശ പൗരന്മാരാണ്. ചൈനീസ് പൗരന്മാരുണ്ട്. ചൈനീസ്, തായ്വാൻ, ഇന്തോനേഷ്യ, മ്യാൻമർ എന്നീ രാജ്യങ്ങളിലെ കപ്പൽ ജീവനക്കാരാണ് ഇവർ. ഈ 18 പേരിൽ 6 പേരെയാണ് ഇപ്പോൾ മംഗലാപുരത്തെ AJ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നത്. ഈ 6 പേരിൽ 2 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഇവിടുത്തെ ഡോക്ടറായി, ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടറായ, കോസ്മെറ്റിക് സർജൻ കൂടിയായ ഡോക്ടർ ദിനേശിൻ്റെ പ്രതികരണം വന്നിരുന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഈ 6 പേരിലെ 2 പേർക്ക് 35% മുതൽ 40% വരെ പരിക്ക് ഏറ്റിട്ടുണ്ട്. സാധാരണ നമ്മൾ പൊതുവെ പറയാറ് 50% മേൽ ഈ പൊള്ളലേറ്റാലാണ് അതീവ ഗുരുതരമായി തുടരുക. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ അതീവ ഗുരുതരമായി പൊള്ളലേറ്റ 2 പേർക്കും അവരുടെ ശ്വാസനാളം ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി ഇപ്പോൾ തുടരുന്നത്. അതുമാത്രമല്ല, ശരീരത്തിൻ്റെ വളരെ ആഴത്തിൽ തന്നെ ഇവർക്ക് പരിക്കും ഏറ്റിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ കപ്പലിൽ നിന്ന് ഉയർന്ന വിഷപ്പുക കാരണം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടവരും ഈ 6 പേരിൽ ഉണ്ട്. മറ്റ് 4 പേർക്ക് സാധാരണ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഒരാൾക്കാണ് മുഖത്ത് കാര്യമായി പരിക്കേറ്റത്. ഇവരെ വൈകാതെ തന്നെ ഇവരെ മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഈ 6 പേരിൽ 2 പേരുടെ ആരോഗ്യനിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. അതിൽ ഒരാൾ ചൈനീസ് സ്വദേശിയാണ്. ചൈനീസ് സ്വദേശി ലൂലൻ ലിയും തായ്വാൻ സ്വദേശി സോനിറ്റുൽ ഹസൈനിയും, ഇവരുടെ 2 പേരുടെയും ആരോഗ്യനിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. ബാക്കി 12 പേരെ, 18 സംഘത്തിലെ 12 പേരെ നമുക്ക് അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് സമഗ്രമായ വിവരങ്ങൾ തന്നെ അറിയാം. ചേതൻ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ പലരുടെയും ശ്വാസകോശങ്ങൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. കാരണം ആ രീതിയിൽ തീപിടിക്കാൻ കഴിയുന്ന രാസവസ്തുക്കളൊക്കെ ആയിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഗുരുതരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ 2 പേരുടെ ആരോഗ്യനില ഒഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാം കാര്യം സ്റ്റേബിൾ ആണോ? അതിൽ ആശങ്കപ്പെടേണ്ട പ്രശ്നമുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്? മനു, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർ ദിനേശ്, കോസ്മെറ്റിക് സർജൻ, പറഞ്ഞിരിക്കുന്നത് ഈ ചികിത്സയിലുള്ള 6 പേരിൽ 2 പേരുടെ ആരോഗ്യനില മാത്രമാണ് ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുന്നത്. ബാക്കി 4 പേരുടെയും ആരോഗ്യസ്ഥിതി സ്റ്റേബിളാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്ക് ഈ കപ്പലിൽ നിന്നും ഉയർന്ന ഈ വിഷപ്പുക അത് ശ്വസിച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇവരെ ചികിത്സയിൽ കഴിയുന്നത്. മറ്റു പേരെ സമീപത്തുള്ള ഈ ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ചൈനീസ് സ്വദേശിയായ ലൂലൻ ലി. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയാണ് ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുന്നത്. മറ്റ് ചൈനീസ് സ്വദേശികളായ സു ഫാബിനോ, വുവു ലിനിനോ, ഈ തായ്വാൻ സ്വദേശിയായ സോനിറ്റുൽ ഹസൈനി, ഇദ്ദേഹത്തിൻ്റെയും ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുണ്ട്. ഒപ്പം തന്നെ മ്യാൻമർ സ്വദേശികളായ തൈംത ഹെട്ടയും കൈസ ഹോപ്റ്റും, ഇവരെയാണ് ഇവിടെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഈ 2 പേരെ അതീവ ഗുരുതരമായി തുടരുന്ന അവരെ മാറ്റി നിർത്തിയാൽ മറ്റു 4 പേരെ പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയ ശേഷം പെട്ടെന്ന് തന്നെ ഇവരുടെ നാട്ടിലേക്ക് മടക്കി അയക്കാനുള്ള നടപടികളിലേക്കൊക്കെ കടന്നേക്കും. പ്രധാനമായും ഡോക്ടർ പറയുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി, സാധാരണ പൊതുവെ 50% കൂടുതൽ ഈ പൊള്ളലേറ്റാലാണ് അതീവ ഗുരുതരം എന്ന് പൊതുവെ ഡോക്ടർമാർ വിലയിരുത്തുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവരുടെ 2 പേരുടെയും ശ്വാസകോശത്തിന് പൊള്ളലേറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. ഇന്നലെ പ്രേക്ഷകർ നമ്മുടെ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. ഈ 2 പേരും ബോധരഹിതരായിട്ടാണ് ഇങ്ങോട്ടേക്ക് ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. മറ്റു 4 പേരും പരസഹായമില്ലാതെ ആംബുലൻസിൽ നിന്ന് നടന്നാണ് എമർജൻസി വാർഡിലേക്ക് പോയത്. ഇവരുടെ ആരോഗ്യനില ഭേദമായാൽ ഉടൻ തന്നെ ഇവരെ നാട്ടിലേക്ക് മടങ്ങി അയക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ കടന്നിരിക്കും. ഏതായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇനി 4 പേരെയാണ് കണ്ടെത്താനുള്ളത്. അതിലൊരാൾ തായ്വാൻ സ്വദേശിയാണ്. കപ്പലിൻ്റെ സെക്കൻഡ് എഞ്ചിനീയറായ യു വോങ് ഫോഗും, അതുപോലെ തന്നെ മ്യാൻമർ സ്വദേശിയും കപ്പലിലെ കാർപ്പൻറ്ററുമായ സാങ് വിന്നും, ഇന്തോനേഷ്യൻ സ്വദേശിയും ഏബിൾ ബോഡിഡ് സീമാനായ സെയ്നൽ അബിഡിനും,
തായ്വാൻ സ്വദേശിയും കപ്പലിലെ മോട്ടോർമാനുമായ ഹിഷ് ചിയാംവെനും ഈ 4 പേരെയാണ് ഇനി കണ്ടെത്തുവാനുള്ളത്. ഏതായാലും ഇപ്പോൾ ചികിത്സയിലൂടെ 6 പേർ കഴിയുന്നുണ്ട്. വൈകാതെ തന്നെ ഇവരുടെ ആരോഗ്യ നിലയെക്കുറിച്ച് ഒരുപക്ഷെ ഇവർ ചികിത്സിക്കുന്ന ഡോക്ടർമാരോ അതോ ആശുപത്രി വൃത്തങ്ങൾ പ്രസ് റിലീസ് ന്യൂസ് ബുള്ളറ്റിൻ ഇറക്കാനുള്ള ഒരു സാധ്യത, മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. മനു. ശരി, ചേതൻ തുടരുക. മംഗലാപുരത്ത് നിന്നാണ് ചേതൻ നമ്മളോട് സംസാരിക്കുന്നത്. ഈ അപകടത്തിൽപ്പെട്ട അങ്ങോട്ടേക്ക് എത്തിച്ച ആളുകളുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.